ഫ്രൂട്ട്സ് ടു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ഞാൻ ക്രിസ്മസ് സ്പെഷ്യൽ ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കും നമുക്ക് കാണാം. കേക്ക് ഉണ്ടാക്കാൻ ആദ്യം ഷുഗർ ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ 1/4 കപ്പ് ഷുഗർ ചേർക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് വളരെ നല്ലതാണ്. ഒരു കളറ് കിട്ടാനും നല്ലതാണ്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഷുഗർ ഉരുകി വന്നിട്ടുണ്ട്. ഷുഗർ ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കുന്നു. വെള്ളം തിളച്ച് 1/2 കപ്പാക്കി നമുക്ക് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇത് 1/2 കപ്പായി വന്നിട്ടുണ്ട്. ഇതാണ് കേക്കിൻ്റെ പെർഫെക്റ്റ് കളർ കിട്ടുന്നത്. ഇത് ചൂടാറാനായി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് ഷുഗറാണ്. ഇതിലേക്ക് 2 ഏലക്കായ, 2 ഗ്രാമ്പു, പട്ട ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഷുഗർ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കും. ഇനി നമുക്ക് വേണ്ടത് മൈദ, ബേക്കിംഗ് പൗഡർ, സോഡാപ്പൊടി, ഉപ്പ് എല്ലാം ചേർത്ത് ഒന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/4 ടീസ്പൂൺ സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതൊന്ന് അരിച്ചെടുക്കാം. 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കണം. അടുത്തതായിട്ട് വേണ്ടത് ക്യാരറ്റും ഡേറ്റ്സുമാണ്. 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 15 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റ് ഈന്തപ്പഴം നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നല്ല സോഫ്റ്റായിട്ടിരിക്കണം. ഇനി വേണ്ടത് 2 മുട്ടയാണ്. ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യം ലോയിലും പിന്നെ സ്പീഡ് കൂട്ടി നന്നായി ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്യുമ്പോൾ നല്ല വൈറ്റ് കളറായിട്ട് മാറുന്നതായിട്ട് കാണാം. വൈറ്റ് കളറായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര, നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര ചേർക്കാം. പൊടിച്ചു വെച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് വേണം ബീറ്റ്. രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വേണം പഞ്ചസാര ചേർത്ത് അടിച്ചെടുക്കാൻ.
നന്നായി ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. ഞാനിവിടെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറേശ്ശെ ചേർത്ത് 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ച് ഒരുപാട് സമയമൊന്നും ബീറ്റ് ചെയ്യണ്ട കേട്ടോ, ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ചേർക്കാം. കുറേശ്ശെ ചേർത്ത് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. എസൻസും കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് പല പ്രാവശ്യമായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സാവധാനത്തിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. നമ്മൾ പതപ്പിച്ചെടുത്ത ആ മിക്സ് താണു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പതുക്കെ ചെയ്യുമെന്ന് പറയണത്. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഡേറ്റ്സ്, ക്യാരറ്റ് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. അത് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് അല്പം മൈദ ഇട്ട് കൊടുക്കാം, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ താഴോട്ട് താണു പോകും. അപ്പോൾ ഇതിൻ്റെ ഈ ക്യാരറ്റ് എല്ലാം താഴെ അടിഞ്ഞ് കിടക്കും. അങ്ങനെ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്, ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കാം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കേക്ക് പൊട്ടിപ്പോവാനും കുഴിഞ്ഞു പോവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്ന് മുട്ടിക്കൊടുക്കുക.
എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടും. ഇനി നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമുക്ക് സ്റ്റൗവിലേക്ക് വയ്ക്കാം. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതൊന്ന് അടച്ച് വയ്ക്കാം. 40 മിനിറ്റ് സമയത്തേക്കാണ് വയ്ക്കുന്നത്. ലോ ഫ്ലെയിമിൽ 40 മിനിറ്റാണ് വയ്ക്കേണ്ടത്. പല സ്റ്റൗവിനും പല ചൂടാണ്. ഞാനിവിടെ 40 മിനിറ്റാണ് വെക്കുന്നതെങ്കിലും ചില സ്റ്റൗവിന് ചൂട് കൂടുതലും കുറവുള്ളതുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചാലും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. 40 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെന്തില്ലെങ്കിൽ ഒന്നുകൂടി നമുക്കൊരു 5-10 മിനിറ്റ് വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ 40 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ കേക്ക് വെച്ചിട്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. കേക്ക് ടിന്നിൽ നിന്ന് നമുക്ക് കേക്ക് ഒന്ന് മാറ്റിയെടുക്കാം. ഒന്ന് ചൂടാറിയിട്ട് മാറ്റിയാൽ മതി. കേക്ക് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ആ ബട്ടർ പേപ്പർ ഒന്ന് എടുത്ത് മാറ്റാം. ഇനി ഇത് കട്ട് ചെയ്യുന്നത് ചൂടാറിയിട്ടേ കട്ട് ചെയ്യാവൂ, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. തലേ ദിവസം ഉണ്ടാക്കി പിറ്റേ ദിവസം കട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഈ കേക്ക് കാണുമ്പോൾ പ്ലം കേക്ക് പോലെ തന്നെ തോന്നും. ശരിക്കും ഇത് പ്ലം കേക്കിൻ്റെ ടേസ്റ്റിനേക്കാൾ ഒരു പിടി മുന്നിലാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാം. അത് ആ കേക്കിൽ ചേർത്തിരിക്കുന്ന ആ ഡേറ്റ്സ് ഉണ്ടല്ലോ, അത് കേക്ക് ബേക്കായി വരുമ്പോൾ അത് കേക്കിലേക്ക് അരിഞ്ഞു ചേരും. അതുകൊണ്ടാണ് അത് സോഫ്റ്റായിട്ടുള്ള ഡേറ്റ്സ് എടുക്കണമെന്ന് പറയുന്നത്. നല്ല ടേസ്റ്റായിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത്. എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം എല്ലാവരും ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും കൂടി മറക്കരുത്. എൻ്റെ ഈ കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.